ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതാ ഈ ലൈറ്റുകൾ അണയുകയായി. നിമിഷങ്ങൾക്കകം നിങ്ങളുടെ വാച്ചുകളും മാലകളും വളകളും പേഴ്സുകളും പണവും എല്ലാം എല്ലാം നിങ്ങൾ അറിയാതെ ഒഴുകി ഒഴുകി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, റെഡി? റെഡി 1, റെഡി 2, റെഡി 3. ഗുരുവേ ശക്തി തരൂ. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കൂ. വസ്തുക്കൾ ഇതാ നിങ്ങളിലേക്ക് വരുന്നു. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. നിങ്ങൾക്കോ? ഇല്ല, കണ്ണടച്ചിരുന്നിട്ട് കുറെ നേരമായല്ലോ. തനിക്കടോ? വരുമെന്നേ, ഒന്ന് ക്ഷമിക്കേ. കലാസ്നേഹികളെ, നിങ്ങൾ ഈ അനുഭവം മറക്കില്ല. കാരണം നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. മോഷ്ടിച്ചു. നിവൃത്തിയേടുകൊണ്ടാ. ദയവിച്ചത് എന്നെ ആരും ഫോളോ ചെയ്യരുത്. ഈ വണ്ടർ വാനിഷിംഗ് ജമ്പർ എനിക്കൊരു ബമ്പറാക്കി തന്ന നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാനിഷ് ആകുന്നു. അതെ അതെ അതെ, ഞാൻ മാന്ത്രികനല്ല. ബട്ട് ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? കഴിഞ്ഞോ? ഇത് രണ്ടാമത്തെ ഐറ്റമാണ്. ഇങ്ങനെ ഓടിച്ചിരുന്ന് തൊപ്പ് തെറിക്കും വാടകയ്ക്ക് എടുത്തതാണ്. എല്ലാവരും പി ട്യൂഷന്മാരാണോ? എന്തൊരു സ്പീഡ്! ഇത് മാരത്തോണല്ല, ചെറിയ കള്ളനാണ്. ആ മാജിക്കാരൻ അങ്ങനെ പോയിട്ടുണ്ട്. എല്ലാവരും ഓടിവാ ഓടിവാ. ആരും ഓടിപ്പോ ഓടിപ്പോ, എല്ലാവരും പൊക്കോ. എടാ ചാൻസ്, പിന്നെ ഞാൻ ആരാണോ പൊട്ടിയത്? അനങ്ങി പോയോ? ഐ ആം ഡിറ്റക്റ്റീവ് ഹെൻറി. എന്നെ ആരും ഫോളോ ചെയ്യരുത്. ഹാപ്പി ബർത്ത്ഡേ. ഈ ഡിറ്റക്റ്റീവ് ഹെൻറി ആണാണെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാണ്. കർത്താവേ, ഒരു 2 ലക്ഷം രൂപയുടെ വകയെങ്കിലും അതിനകത്ത് ഉണ്ടാവണേ. എങ്കിൽ പിന്നെ ഈ ചാൾസ് മോഷണത്തിനോ പോക്കറ്റടിക്കോ യാതൊരു വിധ തരികടയ്ക്കും പോവില്ല. കർത്താവിന് വേണ്ടി വേണമെങ്കിൽ അച്ഛനാവാനും ഈ ചാൾസ് തയ്യാറാ. ഇതാവേ രക്ഷിക്കണേ. டிரைவர் யாரு? இறங்கி வாடா, சீக்கிரம் வாயா. பட்டா பகல் எதுக்கடா லைட் போட்டு வண்டி ஓட்டுறது? அது வந்து இண்டிகேட்டர் போட்டிருக்கேன் சார். அடா சோம்பேறி, கேரளாவில கரண்டே கிடையாது. இந்த மாதிரி லைட் போட்டு வண்டி ஓட்டுனா இந்த தமிழ்நாடுக்கு அதே கதி வந்துடும் தெரியுமா? சார் இது பேட்டரி சார். வாய் விடுறா முண்டா. பேட்டரியாவது பேக்கரியாவது கரண்ட் தாண்டா. பிசி ஐபிசி 420 போடு. போடியா போடுற சார். ஃபைன் போடாதீங்க சார், நான் என்ன வேணாலும் சரி. ஏதாவது பண்ணணுமா? சரி பிசி ஆஃப் போடு. ஆஃப் என்ன ஆஃப்? சீக்கிரம் போட்டு போயா. போடு போடு. இங்க பாக்காத என்ன போட்டாச்சா? போட்டாச்சு சார். சரி லைட் ஆஃப் பண்ண வேணாம். வண்டி மெதுவா ஓட்டுனா போ போ. லைசென்ஸ் இருக்கா? இருக்கு சார். புக் வச்சிருக்கா? இருக்கு சார். சரி சரி மெதுவா போ போ. ஏறமா ஏறமா. எல்லாரும் வாங்க. டிரைவர் யாரு? இறங்கி வாடா. யாரோ ஓடுறத புடிடா. உன் பேர் என்ன? சார்ல்ஸ். கிங் சார்ல்ஸா? டேய் பிரிசி சார். மலையாளி தான்டா, மூஞ்சி பார்த்தா தெரியும். ஹலோ. ஹலோ. என்னடா ஃப்ரெண்ட்ஷிப்பா? இந்த பேக்குள்ள பாம்பா? ஒண்ணும் இல்ல. போய் சொல்லாதடா, பேக் தரேன். அது சீக்கிரம். ஒண்ணும் இல்ல. வெறுതെ ஒண்ணும் இல்ல. ஸ்லோ ஆக்ஷன். என்னடா இது? பிராண்டி. அது தெரியும்.
ബ്രാൻഡി കള്ളക്കടത്തിലടാ റാസ്കൽ. അയ്യോ സാർ, ഞാൻ വെറുതെ കുടിക്കാനായിട്ട് ബ്രാൻഡി. കുടിக்கிறதுக்கல்ல குளிக்கிறதுக்கு அவன் பிராண்டி வாங்குவா. பிசி சார் ஐபிசி 1000 போடு, ஒரு 1500 rupees கொடு. എന്റെ കയ്യില് പൈസ ഇല്ലേ? ஐயோ பைசா இல்லையா? பாவம், உனக்கு பைசா நான் தரேன். டேய் ஏமாத்த பாக்குறியாடா நீ? അതിനകത്തൊന്നുമില്ല. பிசி இவன் அரெஸ்ட் பண்ணி உள்ள தள்ள கொளுக்கட்ட സാർ പൈസ டேய் பேக் എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോരുത്. നീങ്ക நான் கொடைக்கானல் சி மகாலிங்கம். ആനും കൊടൈക്കനാൽ നിങ്ങൾ அப்படியா? അയാളെന്റെ കാശ് കൊണ്ടുപോയി. കണ്ട കള്ളന്മാരൊക്കെ വേഷം മാറി വരുമ്പോ കാശ് കൊടുത്ത് കൊടുക്കാൻ തന്നോടാരാ പറഞ്ഞ? താനൊരു മലയാളിയാണോടോ? ഇന്നെ ഞാൻ എടുത്തോളാം. டைம் என்னாச்சு தங்கச்சி? 2 பவுண்ட் இருக்கு. யோ இந்த 2000 ரூபாய் வெச்சுக்கோ. டேய் நில்லு, மீதி மீதி அப்புறம் ஏமாத்த பாக்குறியா? அப்படி ஒரு எண்ணமே மனசுல கிடையாதுயா. இந்த பாரு, பாக்கெட் சுத்தமா காலி. 10 ரூபாய் கொடுங்க டீ சாப்பிடுறதுக்கு. ஒண்ணு எனக்கு தெரியாதா? பாக்கெட்ல கை போடாதீங்க, ஒண்ணுமே இல்லையா. அது துட்டு இல்ல. இது என்னடா இது? இது எப்படி பாக்கெட்ல வந்தது? சோம்பேறி பயல. போடா. கையில கிடைச்சது போச்சு, பாக்கெட்ல இருந்தும் போச்சு. இன்னொரு ஐடியா இருக்கு. தேவைப்பட்ட டைம்ல இன்டெலிஜென்ஸ் ஒர்க் பண்ண மாட்டேன். என்ன தலையுது? ஐயோ யார் நீ? உன் அப்பா. அப்பாவா? அப்பா இத்தனை நாள் எங்க போயிருந்தப்பா? ഇത്ര നാൾ ഉന്ന അമ്മ കൂടെ വിളയാട്ടക്ക് പോയാച്ച്. நல்ல விளையாடியாச்சா? തന്നെക്കാളും വലിയ തരികട ഞാൻ. பார்த்தா தெரியாது. ആ മലയാളിയിലടോ. അതെ, നാട് കളിക്കവിള. പേര് ശോഭരാജ്. കത്തി മാറ്റ്. ശോഭാരാജ്. തനിക്ക് പറ്റിയ പേര് തന്നെ. എന്നെ കാശെടുക്കണോ? കാശ് ചെലവായി പോയി. ചെലവായി പോയെങ്കിൽ എനിക്കറിയാം. സഹോദര, ഉദരത്തിൽ അമർത്തരുത്. ഞാനൊരു ഉദരജീവിയാണ്. കങ്കാരുവാണോ? അല്ല, കോൺഗ്രസ് ആണ്. ആ. പിടിവിട്, കാശ് തരാം. മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നടം. എന്റെ അമ്മേ, അയ്യോ. താനിങ് എത്തിയോ? എനിക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? താനിങ് എത്തുമെന്ന്. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. തന്റെ ഈ നടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ? ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. 1 മണിക്കൂറിനകം തന്റെ കാശ് ഞാൻ തരും. പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഭക്ഷണവും താമസ സൗകര്യമൊക്കെ തരികയാണെങ്കിൽ 1 വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുപടാ തോട്ടണ്ടി. കർത്താവേ, കടുവെ പിടിച്ച കിടുവേ. ഇയാളെ കാണാനില്ലല്ലോ. ഇനി ഇയാള് പുറകുവശം വഴി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെറ്റി ഞാൻ തന്നെ മൈമണ്ട. ഇതെന്ത് വേഷം? താനെന്താ മജിസ്ട്രേറ്റ് പണിക്ക് പോകണോ? അല്ല, മജിസ്ട്രേറ്റിന്റെ പിണ്ടം പാവനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വളക്കുഴി പോയാലും 1 മണിക്കൂറിനും തന്റെ കാശുമായിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി.
अरे भाई अकाल तख्त में क्या हुआ है? क्या? वो स्थल में विजिट करने के लिए चाहता हूँ, चलता है। अच्छा अच्छा जातू परंतु भाई मैं इधर बैठता हूँ। बैठो बैठो। अच्छा, bye. हैं? चोर चोर! ചോറൊക്കെ കഴിച്ചതാ ഭായി. अरे मेरा ब्रीफकेस किधर है? मेरा ब्रीफकेस है। ओ तुम्हारा ब्रीफकेस? ओ हाँ। ब्रीफकेस കൊണ്ടുപോയി है, कल्ला കൊണ്ടുപോയി है। चल चल ओड ओड पुलिस स्टेशन में कंप्लेंट करो। अरे पुलिस स्टेशन किधर है? वहाँ है। ओ पुलिस स्टेशन यहाँ है। चलो 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 चलो। अरे कष्ट। ओ भाई पुलिस को कुछ करेंसी गिव है, हेल्प करता है पुलिस। ठीक है। अच्छा पुलिस। സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. അതിരിക്കട്ടെ, താൻ ഈ പെട്ടിപ്പണി എവിടുന്ന് പഠിച്ചു? എടോ തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ മനസ്സിലായി. എന്നെ മാത്രമല്ല എന്റെ തന്തയെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന്. ആ. ദേ, ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല. ആ പഞ്ചാബി തിരിച്ചു വരും, കുടുങ്ങും. താൻ ആ പെട്ടി എടുക്കും. തൊട്ടുപോരുത്, ഇത് എന്റെ വെട്ടിയാ. തന്റെ പെട്ടിയോ? എടോ ഫ്രോഡേ, താൻ എന്നോട് കളിക്കരുത്. ഈ ചാൾസ് ആരാന്നത് എനിക്കറിയില്ല. ഗുരുവേ, നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ? എന്തിന് കാശ്? ഈ സാമ്രാജ്യം തന്നെ തീറെഴുതി തരാൻ പോവല്ലേ? ഏത് സാമ്രാജ്യം? ഈ മോഷണ സാമ്രാജ്യം. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കൊടൈക്കനാലിൽ 2 രാജാക്കന്മാർ ആവശ്യമില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ. പക്ഷേ ഈ പെട്ടി എന്റെ ഇരിക്കും. നീ പോടാ ചക്ക. ഇയാളാള് കൊള്ളാലോ. പെട്ടി എങ്കിൽ പെട്ടി. ഇനി ഇത് വച്ചൊരു കളി കളിക്കാം. എല്ലാവരും ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് അച്ചടക്കത്തോടെ നിൽക്കുക. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഏതിടവകയിലെയാ? ഞാൻ ഫാദർ തോമസ് കൂട്ടത്തി ചവിട്ടി. കൂട്ടത്തി ചവിട്ടി മൂലമറ്റത്താ, അതായത് തൊടുപുഴ കഴിഞ്ഞ്. ഈ കുട്ടികളുമായി എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് വേളാങ്കണ്ണി വരെ പോവാ. ലക്ഷറി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഈ അൽഫോൺസാമ്മ പോയോ സിസ്റ്റർ? ഇല്ല, സിസ്റ്ററിന് വല്ല സുഖമില്ല, മഠത്തിലുണ്ട്. സിസ്റ്ററിനെ അറിയൂ? ഞാൻ അൽഫോൺസാമ്മ ബസ് പോയെന്നാ ചോദിച്ചത്. ബസ് എത്തി, ഞങ്ങൾ വരട്ടെ അച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കയറിക്കൊള്ളുവിൻ. കർത്താവേ, ഈ യാത്ര ശുഭമാക്കി തരയണമേ. കയറിക്കോളൂ കയറിക്കോളൂ. എന്റെ പെട്ടി എന്റെ പെട്ടി കാണുന്നില്ല. പെട്ടി. അത് ഈ ഇടയന്റെ പെട്ടിയാണ്. അയ്യോ കുഞ്ഞാണികൾ എല്ലാരും ഇറങ്ങുവിൻ. ഇവിടെ കുട്ടിയുടെ പെട്ടി മോഷണം പോയി. നമുക്ക് ഒരുമിച്ച് തരയാം. വാ നോക്ക്. അറിയാതെ ആരെങ്കിലും ഈ കുഞ്ഞാടിന്റെ പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ തിരിച്ചു കൊടുപ്പാൻ നാം അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഇതേ ബസ് സ്റ്റോപ്പില്, ഇതേ വേളയില്, ഇതേ അവസരത്തില്, ഇതേ സന്ദർഭത്തില് എന്റെ പെട്ടിയും ഒരു യുദാസിനാൽ കവർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അതാ നല്ലത്. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ. അപ്പൊ വേളാങ്കണ്ണി പോണില്ലേ മത? ഈ കുഞ്ഞാടിന്റെ പെട്ടി കിട്ടാതെങ്ങനാ? നമുക്ക് ഇനി ഒരിക്കൽ പോകാം. എന്നാലും എന്റെ മാതാവേ, നിന്നെ കാണാൻ നനച്ചിറങ്ങിയിട്ട് ഒരു കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ നിർത്തേണ്ടിയിരിക്കുന്നത്. പിതാവിന്റെ കൃപ. ദേ കള്ളന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും അവരിങ്ങെത്തി. ആരാ?